Hello my little ones, welcome back to our English class. How are you all? Hope you all are fine and safe. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എക്സാമിന് റെഡി ആയോ? എല്ലാം പഠിച്ചോ? എടുക്കറായിട്ടിരിക്കുകയാണോ എല്ലാം പഠിച്ചേ? അതെ അല്ലേ? വെരി ഗുഡ്. Today we are going to learn about from Fun with Words book number 2. See children, this is our Fun with Words book number 2. Okay. So all of you please take this book and take page number 3. Okay, page number 3. Today we are going to learn about articles. What is that? Articles. Do you know about articles? Articles ne patti endengal ariyavo? Don't worry, I will teach about it. Okay. In English grammar there are 3 articles. How many articles? 3. They are a, and the. Okay, എത്ര articles ഉണ്ട്? Yes, 3 articles. They are a, and the. Okay, shall we start our class? നമുക്ക് articles പഠിക്കാം. എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. All of you please look here. Yes, articles a and. Today we are going to learn about only a and. ഓക്കെ, ഇന്ന് നമ്മൾ എയിനെ ആർട്ടിക്കിൾ എയും ആർട്ടിക്കിൾ ആനിനെ പറ്റി മാത്രമേ പഠിക്കുന്നുള്ളൂ. ഓക്കെ, സോ ആർട്ടിക്കിൾസ് എ ആൻഡ് ആൻ. എ ആൻഡ് ആൻ ആർ യൂസ് ടു റെഫർ ടു എ സിംഗിൾ നൗൺ. സിംഗിൾ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? വാട്ട് ഡു യു മീൻ ബൈ നൗൺ? നൗൺ എന്താണെന്ന് അറിയാമോ? നൗൺ ഈസ് എ നെയിമിങ് വേർഡ്. പേരിനാണ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, എന്ത് ഇപ്പം തിങ്സ് ഇപ്പം നമ്മൾ പറയാം ഓറഞ്ച്, ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ പേര്, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പേര്. ദിസ് ഈസ് എ ബുക്ക്. ഇങ്ങനെയുള്ള എല്ലാത്തിനും പേരുള്ള വസ്തുക്കൾക്ക് പറയുന്നതാണ് നൗൺ, നെയിമിംഗ് വേർഡ്. നൗൺ മീൻസ് നെയിമിംഗ് വേർഡ്. ഓക്കെ, നൗൺ ഈസ് മെൻ ബൈ നെയിമിംഗ് വേർഡ്. അപ്പം നമ്മുടെ ഈ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നത് ഒരു സിംഗുലർ നൗണിൻ്റെ കൂട്ടത്തിലാണ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നത്. അതായത് ഒരെണ്ണം ഉള്ളത്, ഏതെങ്കിലും ഒരു വസ്തു, ഒരാൾ, ഒരു പേന, അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക്, ഇതിൻ്റെയൊക്കെ മുന്നിലാണ് നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സി എ ആൻഡ് ആൻ ആർ യൂസ് ടു റെഫർ ടു എ സിംഗിൾ തിങ്. ഒറ്റേ ഒരു സാധനത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എയും ആനും ഉപയോഗിക്കുകയുള്ളൂ. ഓക്കെ, an is used before words that begin with the vowel a, e, o, u sounds. In our previous classes we have already learned about vowels, isn't it? Vowels പഠിച്ചില്ലായിരുന്നോ? a, e, i, o, u. ഈ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിള് നമ്മൾ ഉപയോഗിക്കുന്നത് വൗവൽ സൗണ്ടിൻ്റെ കൂട്ടത്തിൽ മാത്രം. മനസ്സിലാവുന്നുണ്ടോ? എയിലും ഇയിലും ഐ ആൻഡ് ഒ യുവിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് വാക്കിൻ്റെ മുമ്പിൽ we have to use an. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ആർട്ടിക്കിൾ ആൻ എന്ന് പറയുന്നത് എവിടെ ചേർക്കേണ്ടത്? വൗവൽ സൗണ്ടിൻ്റെ കൂടെ. വൗവൽ സൗണ്ട് കൊണ്ട് തുടങ്ങുന്ന ഏത് വാക്കിൻ്റെയും മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ ആൻ ചേർക്കണം. Then what about article a? We have to use in front of consonant sound letters. We use article a. മനസ്സിലാവുന്നുണ്ടോ? കോൺസണൻറ്റ് സൗണ്ട്സ് ഇല്ലേ, വൗവൽസ് അല്ലാത്ത. ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് there are 21 കോൺസണൻറ്റ് സൗണ്ട്സ് അല്ലേ? 21 കോൺസണൻറ്റ് സൗണ്ട്സ് ഉണ്ട്. ഈ കോൺസണൻറ്റ് സൗണ്ട്സ് കൊണ്ടുള്ള വേർഡ്സിൻ്റെ മുമ്പിലാണ് നമ്മൾ എ എന്നുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. വി ഹാവ് ടു യൂസ് ഇൻ ഫ്രണ്ട് ഓഫ് കോൺസണൻറ്റ് സൗണ്ട് വേർഡ്സ് ആർട്ടിക്കിൾ എ. In front of vowel sounds we should use article an. മനസ്സിലാവുന്നുണ്ടോ? വവൽ സൗണ്ടിൽ തുടങ്ങുന്ന ഏത് വാക്കിൻ്റെയും മുമ്പിൽ നമ്മൾ ആൻ എന്നുള്ള ആർട്ടിക്കിൾ ചേർക്കണം. കോൺസണൻറ്റ് സൗണ്ട് കൂട്ടി തുടങ്ങുന്ന ഏതൊരു വാക്കിൻ്റെയും മുമ്പിൽ നമ്മൾ എ ചേർക്കണം. ഓക്കെ, ഇപ്പം ബാറ്റ്, ബോയ്, ക്യാറ്റ്, ഡോള്, ഇതൊക്കെ കോൺസണൻറ്റ് സൗണ്ട്സാണ്. ഇതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ എ എന്നുള്ള ആർട്ടിക്കിൾ ചേർക്കണം. ഇനി വൗവൽ സൗണ്ട് തുടങ്ങുന്ന വാക്കുകൾ ആപ്പിൾ, ആൻഡ്, ഔൾ, ഐസ്ക്രീം, ഇതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ ആൻ ഐസ്ക്രീം, ആൻ ഔൾ, ആൻ ഒക്ടോപ്പസ്. മനസ്സിലാവുന്നുണ്ടോ?
ഇത്ര ഓർത്തിരുന്നാൽ മതി. ഏത് വവൽ സൗണ്ട് കൊണ്ട് തുടങ്ങുന്ന വാക്കിൻ്റെ ഏതായാലും നമ്മൾ അതിൻ്റെ മുന്നിൽ ആൻ എന്നുള്ള ആർട്ടിക്കിൾ ചേർക്കണം. കോൺസണന്റ് സൗണ്ട് തുടങ്ങുന്ന വാക്കിൻ്റെ മുമ്പിൽ നമ്മൾ എ എന്നുള്ള ആർട്ടിക്കിൾ ചേർക്കണം. ഓക്കെ, അപ്പം നമുക്ക് പഠിക്കാം. സോ ആൻ ഈസ് യൂസ് ബിഫോർ വേർഡ്സ് ദാറ്റ് ബിഗിൻ വിത്ത് വവൽ സൗണ്ട്സ്. ഓക്കെ, ഇനി എ ഈസ് യൂസ് ബിഫോർ വേർഡ്സ് ദാറ്റ് ബിഗിൻ വിത്ത് കോൺസണന്റ് സൗണ്ട്സ്. ഇപ്പം മിസ് പറഞ്ഞ കാര്യം തന്നെ മിസ് പറഞ്ഞത്. ആന് വവൽ സൗണ്ട് കൂടുന്ന വാക്കിൻ്റെ മുമ്പിലും എ കോൺസണന്റ് സൗണ്ട് തുടങ്ങുന്നുള്ള വാക്കിൻ്റെ മുമ്പിലുമാണ് ചേർക്കേണ്ടത്. ഇനി നോക്കിക്കേ, വാട്ട് ഈസ് ദിസ്? യെസ്, ഇറ്റ്സ് ആൻ ആപ്പിൾ. വാട്ട് ഈസ് ദിസ്? ഇറ്റ്സ് ആൻ ആപ്പിൾ. നോക്കിക്കേ, എ ഈസ് എ വവൽ, സോ വി ഷുഡ് യൂസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ വേർഡ് ആപ്പിൾ ആൻ. ഓക്കെ, എന്തുകൊണ്ടാണ് ആൻ ഇവിടെ എഴുതിയത്? ബിക്കോസ് എ ഈസ് എ vowel. Okay, see next word. What is this? Yes, it's a hat because H is a consonant sound. നോക്കിയേ, H vowel ആണോ? No, H is a consonant sound. So we have to use in front of the word hat a. Okay, hat എന്നുള്ള വാക്ക് H consonant sound ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുന്നിൽ ഏത് ആർട്ടിക്കിളാണ് ആഡ് ചെയ്യേണ്ടത്? A. Okay, very good. See, next one is, what is this? Yes, it's a bowl. Why we should add in front of the bowl article a? എന്തുകൊണ്ടാണ് നമ്മൾ എ എന്നുള്ള ആർട്ടിക്കിൾ ബോളിൻ്റെ ഫ്രണ്ടിൽ ചേർത്തത്? ബിക്കോസ് ബി ഈസ് എ കോൺസണന്റ് സൗണ്ട്. ദാറ്റ്സ് വൈ വി ആഡ് ആർട്ടിക്കിൾ എ ഇൻ ഫ്രണ്ട് ഓഫ് ദ വേർഡ് ബോൾ. ഓക്കെ, ബി ഒരു കോൺസണന്റ് സൗണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ ബിയുടെ ബോളിൻ്റെ മുമ്പിൽ നമ്മൾ എ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിച്ചത്. അപ്പോൾ വവൽസിൻ്റെ മുമ്പിൽ ആനും കോൺസണന്റ് സൗണ്ട്സിൻ്റെ മുമ്പിൽ എയും ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇനി നോക്കിക്കേ, വാട്ട് ഈസ് ദിസ്? യെസ്, ഇറ്റ്സ് ആൻ അംബ്രല്ല. ഇറ്റ്സ് ആൻ അംബ്രല്ല. വൈ വി ആഡ് ഇൻ ഫ്രണ്ട് ഓഫ് അംബ്രല്ല ആൻ? Yes, because U is a vowel. U is a vowel. So umbrella is a vowel sound word. So we should add in front of the word umbrella which article? Yes, an. Okay, umbrella എന്നുള്ളത് ഈ umbrellയുടെ ഫസ്റ്റ് ലെറ്റർ U ആണ്. U is a vowel sound. So we should add in front of the word umbrella which article? Yes, an. Okay, an umbrella. Okay, next, what is this? Yes, it's a monkey. A monkey. Because M is a consonant sound, so we should add in front of the word monkey a. Okay, a monkey. എന്തുകൊണ്ടാണ് മങ്കിയുടെ ഫസ്റ്റ് ലെറ്റർ എം കോൺസണന്റ് സൗണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ എ എന്നുള്ള വാക്ക് ചേർത്തത്. ഓക്കെ, സി നെക്സ്റ്റ് വൺ ഈസ്, വാട്ട് ഈസ് ദിസ്? യാ, ഇറ്റ്സ് ആൻ എലിഫന്റ്. ഇറ്റ്സ് ആൻ എലിഫന്റ്. ഓക്കെ, എന്തുകൊണ്ടാണ് ആൻ ചേർത്ത എലിഫന്റ് ഫ്രണ്ടിൽ? ബിക്കോസ് ഈസ് എ വവൽ സൗണ്ട്. എലിഫന്റ് എന്നുള്ള ആ വാക്കിൻ്റെ ആദ്യത്തെ ലെറ്റർ ഏതാ? ഈ കോൺസണന്റ് ആണോ വവൽ ആണോ? Yes, E is a vowel sound. That's why we add in front of the word elephant an. Okay, see next word is, what is this? It's a goat. It's a goat. Because G is a consonant letter, so we should add in front of the word goat a. Okay, G എന്നുള്ളത് ലെറ്റർ കോൺസണന്റ് സൗണ്ട് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ എ ആണ് ചേർക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഈസ്, വാട്ട് ഈസ് ദിസ്? ഇറ്റ്സ് എ കൈറ്റ്. വാട്ട് ഈസ് ദിസ്? ഇറ്റ്സ് എ കൈറ്റ്. പിന്നെ മിസ് ഒരു കാര്യം പറഞ്ഞു നോക്കുന്നുണ്ടോ? സിംഗിൾ നൗണിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ. സിംഗിൾ തിങ് എല്ലാം ഒരെണ്ണത്തിൻ്റെ കൂട്ടത്തിൽ മാത്രമേ ഈ ആർട്ടിക്കിൾസ് എയും ആനും നമ്മൾ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സിംഗിൾ അല്ലാതെ ഒത്തിരി ഡബിൾ, അതായത് ഇപ്പോൾ 2 ആപ്പിൾ ഉണ്ടെങ്കിൽ നമ്മൾ ആൻ ആപ്പിൾ എന്ന് യൂസ് ചെയ്യത്തില്ല. ഓക്കെ, ഒറ്റ എണ്ണ ഉള്ളെങ്കിലേ ഉള്ളൂ എയും ആനും നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു വസ്തു. ഓക്കെ, സോ ഇവിടെ എല്ലാം ഓരോന്നല്ലേ ഉള്ളൂ. നോക്കിയേ, 1 ആപ്പിൾ, 1 ഹാറ്റ്, 1 ബോൾ, 1 അംബ്രല്ല, 1 monkey, 1 elephant, then 1 goat, then 1 kite, then 1 aeroplane.
അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാ, ഒരെണ്ണമെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എയും ആനും അതിൻ്റെ മുമ്പിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എയ്റോപ്ലെയിൻ അല്ലേ. ഇതെന്താണ് എയ്റോപ്ലെയിൻ? സോ എയ്റോപ്ലെയിൻ, ക്യാൻ യു ടെൽ മീ ദ വാട്ട് ഈസ് വിച്ച് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഇൻ ദ വേർഡ് എയ്റോപ്ലെയിൻ? യെസ്, ഇറ്റ്സ് എ. സോ എ ഈസ് എ vowel sound. So you should add in front of the word aeroplane an. Okay, മനസ്സിലായോ? ഒന്നുകൂടെ മിസ് എല്ലാം പറഞ്ഞു തരാം കേട്ടോ. ഒന്നുകൂടെ നോക്കിക്കോ. An apple, a hat, a ball, an umbrella, a monkey, an elephant, a goat, a kite, an aeroplane. ഒന്നുകൂടെ പറഞ്ഞു തരാം. എന്താണ് വവൽ സൗണ്ട് കൂട്ടിയുള്ള വാക്കുകളുടെ മുമ്പിൽ ആൻ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കണം. കോൺസണൻറ്റ് സൗണ്ട് കൊണ്ട് തുടങ്ങുന്ന വാക്കുകളുടെ മുമ്പിൽ എ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? എയും ആനും. ഇതായുണ്ട് ഇപ്പം നമ്മൾ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഓൺലി ആർട്ടിക്കിൾസ് എ ആൻഡ് ആൻ. ഓക്കെ ഓക്കെ, സി fill in the blanks with a or an. It's already done for you, so you have to listen here carefully. Dash star. So you have to write in this blank space a or an. See, S is a consonant sound or vowel sound? Yes, S is a consonant sound. So you have to write in front of this word, yes, article A. സ്റ്റാർ എന്ന് പറയുന്ന വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം എസ് ആണ് അല്ലേ. എസ് കോൺസണൻറ്റ് സൗണ്ട് ആണ്. അതുകൊണ്ട് നമ്മൾ ഏതാ ഇവിടെ എഴുതേണ്ടത്? ആർട്ടിക്കിൾ എ ആണോ ആൻ ആണോ? എ. ഓക്കെ, സി നെക്സ്റ്റ് വൺ ലയൺ. ഡാഷ് ലയൺ. മിസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബുക്കിൽ ബ്ലാങ്ക് സ്പേസ് ആണ്. നിങ്ങൾ ഇത് നോക്കി എഴുതണം. പക്ഷേ മിസ് പറയുന്നത് ശ്രദ്ധിച്ച് പഠിച്ചിട്ട് എഴുതാവുള്ളൂ. ഓക്കെ, സി ലയൺ. വിച്ച് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഇൻ ദിസ് വേർഡ്? എൽ. എൽ ഈസ് എ കോൺസണന്റ് ഓർ വോവൽ? Yes, L is a consonant sound. So you should write in front of the word lion article A. Now next word is girl. Which is the first letter in this word girl? G. G is a consonant sound. So you should write in front of the word girl A. Okay. മനസ്സിലാവുന്നുണ്ടോ? ജി എന്നുള്ള അക്ഷരം കോൺസണൻറ്റ് സൗണ്ട് ആയതുകൊണ്ട് അതിൻ്റെ മുമ്പിൽ നമ്മൾ എ എന്നുള്ള ആർട്ടിക്കിളാണ് ചേർക്കേണ്ടത്. നിങ്ങൾ ഇത്രയും മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഫസ്റ്റ് ലെറ്റേഴ്സ് നോക്കണം. ഏത് വാക്ക് കിട്ടുമ്പോഴും നമ്മൾ ഫസ്റ്റ് ലെറ്റേഴ്സ് നോക്കണം. അത് വൗവൽ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ആൻ ചേർക്കണം. കോൺസണൻ്റ് ആണെങ്കിലോ എ. ഓക്കെ, നോക്കിക്കേ. ലാസ്റ്റ് വൺ എഗ്. ഡാഷ് എഗ്. ഈ ഒരു വൗവലാണോ കോൺസണൻ്റ് ആണോ? ഈ ഈസ് എ വൗവൽ സൗണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താ എഴുതേണ്ടിയേ? ക്യാൻ യു ടെൽ മീ? Yes, an. Okay, okay. Next word is dash owl. So can you tell me O is a vowel sound or a consonant sound? O is a vowel sound. So you should add in front of the word an. Next is ice cream. I is a vowel sound. So you should add in front of the word ice cream an. Next is crow. C-R-O-W. Crow. So can you tell me C is a consonant sound or a vowel sound? C is a consonant sound. So you should add in front of the word crow article A. Okay. Then orange. What is this? Orange. In front of the word orange we should add a article A or an. An. Very good, because O is a vowel sound. Okay, O ഒരു vowel sound ആയതുകൊണ്ട് നമ്മളിവിടെ എന്താ എഴുതേണ്ടത്? An. നോക്കിക്കേ. Balloon. In front of the balloon we should write A or an. Yes, we have to write A. Okay. Then doll. D-O-L-L. Doll. In front of doll we have to write A because D is a consonant sound. Then and dash and. See, A is a vowel sound, so you should write in front of the word and. Okay. Then the last one, mango. M is a vowel sound or consonant sound? M is a consonant sound, so you should write in front of the word mango A. Okay. Let us see what is next.
Dear children, please look here. Now I am going to write the articles in front of these words. Miss ഇതിൻ്റെ എല്ലാം ഫ്രണ്ട് ഇതിന് ചേരുന്ന ആർട്ടിക്കിൾസ് എഴുതാൻ പോകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം കേട്ടോ. So this is a star. S is a consonant sound. So we should add in front of the word star letter A. Okay. മനസ്സിലാവുന്നുണ്ടോ? എസ് കോൺസണന്റ് സൗണ്ട് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുമ്പിൽ എ ആണ് ചേർക്കേണ്ടത്. ഇനി നോക്കിക്കേ, വാട്ട് ഇസ് ദിസ്? ഇറ്റ്സ് a lion because L is a consonant sound. So we should add in front of the word lion letter A. Okay. Then what is this? Yes, it's a girl. Okay. So G is a consonant sound. So you should add in front of this word letter, sorry, article A. Okay. Then egg. An egg, because E is a vowel sound. So you should add in front of the word egg article an. A-N, an. Okay. നമ്മൾ സ്റ്റാറിൻ്റെ മുമ്പിൽ എ എന്നുള്ള ആർട്ടിക്കിൾ ചേർത്തു ബിക്കോസ് എസ് ഒരു കോൺസണന്റ് സൗണ്ട് ആയതുകൊണ്ട്. പിന്നെ ലയണിൻ്റെ മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ എ എഴുതി, എന്തുകൊണ്ടാണ്? എല്ലാം ഒരു കോൺസണന്റ് സൗണ്ട് ആയതുകൊണ്ട്. ദെൻ ജി ഈസ് ഓൾസോ എ കോൺസണന്റ് സൗണ്ട്. സോ വി ഷുഡ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ വേർഡ് ഗേൾ ആർട്ടിക്കിൾ എ. ദെൻ ഇ ഈസ് എ എഗ്. ഈ എഗ്ഗിലെ ഫസ്റ്റ് ലെറ്റർ ഇ ഈസ് എ വവൽ സൗണ്ട്. സോ വി ഷുഡ് ആഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ വേർഡ് എഗ് ആർട്ടിക്കിൾ ആൻ. ഇനി നോക്കിക്കേ, ഔൾ. സി ഓ ഈസ് എ വവൽ സൗണ്ട്. അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത് എന്ന് പറഞ്ഞ് കേൾക്കട്ടെ. സേ ലൗഡ്ലി. ആ വവൽസിൻ്റെ ഫ്രണ്ടിൽ എ ആണോ ആൻ ആണോ എഴുതേണ്ടത്? ആൻ. ഓക്കെ. ഏത് വവൽ സൗണ്ടിൻ്റെ മുമ്പിലും നമ്മൾ വാക്കിൻ്റെ മുമ്പിൽ നമ്മൾ ആൻ ആണ് എഴുതേണ്ടത്. A-N, ആൻ. ഓക്കെ. സേ ഡിലീഷ്യസ് യമ്മി ഐസ്ക്രീം. എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമല്ലേ? Even I also like ice creams very much. So say the first letter in ice cream is I. I is a vowel sound. So എന്താ ഇവിടെ എഴുതേണ്ടത്? ആൻ. വെരി ഗുഡ്. ആൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ എവിടേക്കാണ് എഴുതേണ്ടത്? വവൽ A-I-O-U എന്ന് തുടങ്ങുന്ന അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഏത് വാക്കിൻ്റെ മുമ്പിൽ നമ്മൾ ആൻ എന്നുള്ള വാക്കാണ് ചേർക്കേണ്ടത്, ഒരെണ്ണേ ഉള്ളെങ്കിൽ കേട്ടോ. ഇനി നോക്കിക്കേ, വാട്ട് ഇസ് ദിസ്? ഇതൊരു ക്രോ ആണ്. സി ഈസ് എ കോൺസണന്റ് സൗണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ആരെ എഴുതണം? ഏത് ആർട്ടിക്കിൾ എഴുതണം? യെസ്, എ ആർട്ടിക്കിൾ. ഓക്കെ. ദെൻ വാട്ട് ഇസ് ദിസ്? യെസ്, യമ്മി sour and sweet orange. So O is the vowel sound. So you should add in front of the word orange an. Okay. Okay. Then see, what is this? Yes, it's a balloon. B is a consonant sound. So you should add in front of the word A. Article A. Then doll. D is a consonant sound. So you should write in front of the word article A. Okay. Then and. A is a vowel sound. So you should add in front of the word and article an. Okay. Then the last one is mango. M is a consonant sound. So you should add article A. Okay, മനസ്സിലായോ? കോൺസണന്റ് സൗണ്ട്സ് കുട്ടികൾ എല്ലാ വാക്കിൻ്റെ മുമ്പിൽ എ ചേർക്കാവുള്ളൂ, ഒരെണ്ണം ആണെങ്കിൽ മാത്രം. ദെൻ വവൽ സൗണ്ട് കുട്ടികൾ എല്ലാ വാക്കിൻ്റെ മുമ്പിൽ ഒരെണ്ണേ ഉള്ളെങ്കിൽ ആനും ചേർക്കണം. ഓക്കെ. See children, fill in the blanks with articles A or an. Okay. നോക്കിക്കേ, ഇവിടെ നമ്മൾ ഈ ബ്ലാങ്ക് സ്പേസിൽ എ ആണോ ആൻ ആണോ നോക്കിയിട്ട് നിങ്ങൾ എഴുതണം. നോക്കിക്കേ, ഈ ഗേൾ കാണിച്ചിരിക്കുന്നത് കണ്ടോ? ഇവിടെ ഒരു ഗേളിൻ്റെ കയ്യിലൊരു സ്ലൈഡ് ഉണ്ട്. അതിൽ നോക്കിക്കേ, ഹാറ്റാണ് ഗേൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാറ്റ് ഇവിടെ എന്താ എഴുതേണ്ടത്? ഹാറ്റ് എന്ന് പറയുന്ന വാക്ക് കോൺസണന്റ് സൗണ്ട് ആയതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ആരെ ചേർക്കണം? എ ചേർക്കണം. ഓക്കെ. അടുത്ത് നോക്കിക്കേ, ക്യാറ്റ്. In front of this word we should add consonant sound A because C is a consonant sound. Okay. Then igloo. I is a vowel sound, so you should add in front of the word an. Okay. I ഒരു vowel sound ആയതുകൊണ്ട് നമ്മൾ
അതിൻ്റെ മുമ്പിൽ ആർട്ടിക്കിൾ ആൻ ആണ് ചേർക്കേണ്ടത്. ദെൻ axe, a is a vowel sound, so we have to add in front of the word axe an. Then ball, ball, b is a consonant sound, so we have to add in front of the word ball article a. Okay, then arrow, a is a vowel sound, so we should add in front of the word arrow article an. Okay, then here there is a homework for you. Take your 4-line notebook and write the heading with the help of your parents. Articles a and an. Okay, a hat, a ball, a mango, a crow, a girl, a lion, a kite, a doll. So these all are consonant sounds. അല്ലേ, ഇതെല്ലാം കോൺസണന്റ് സൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്ത വേർഡ്സ് ആണ്. These all words are started with consonant sound alphabet. So ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ we should add a. Okay, then an apple, an orange, an ant, an axe, an owl, an ox, an igloo, an egg. So these all are vowel sound, starting with the vowel sound word. So you should add in front of this word article an. Okay. So dear children, what we have learned in our class, today's class, is we have learned about articles a and an. കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ, അത് നമ്മൾ മിസ് പഠിപ്പിച്ച് തരാം കേട്ടോ. അപ്പോൾ എയും ആനും നമ്മൾ ചേർക്കേണ്ടത് എവിടെയാണെന്ന് ശ്രദ്ധിച്ചാൽ മതി. എ കോൺസണന്റ് സൗണ്ടിൻ്റെ മുമ്പിലും ആൻ വവൽ സൗണ്ടിൻ്റെ തുടങ്ങുന്ന വാക്കുകളുടെ മുമ്പിലാണ്. ഓക്കെ, ഒന്നുകൂടെ പസ് പറഞ്ഞു തരാം. എ ചേർക്കേണ്ടത് കോൺസണന്റ് സൗണ്ട് കൂട്ടിയുള്ള വാക്കുകളുടെ മുമ്പിൽ ഒരെണ്ണേ ഉള്ളെങ്കിൽ, ഒരു ഹാറ്റ്, ഒരു ബോള്, ഒരു ബലൂണൊക്കെ ഉള്ളെങ്കിലാണ് എ ചേർക്കേണ്ടത്. ഇനി വവൽ സൗണ്ട് കൂട്ടിയുള്ള വാക്കുകളുടെ മുമ്പിലാണ് നമ്മൾ ആൻ ചേർക്കേണ്ടത്. എ അയോ തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് വാക്കും ഒരെണ്ണേ ഉള്ളെങ്കിൽ അതിൻ്റെ മുമ്പിൽ നമ്മൾ ആനാണ് ചേർക്കേണ്ടത്. ഓക്കെ, അടുത്ത ഒരു ക്ലാസ് കൂടെ ഒക്കെ ആകുമ്പോൾ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഐ ഹോപ്പ് യു ഓൾ ഹാവ് പെയ്ഡ് യുവർ ഫുൾ അറ്റൻഷൻ ഡ്യൂറിങ് ദ ക്ലാസ് ടൈം. ഓക്കെ, താങ്ക് യു സോ മച്ച്. സീ യു അഗെയിൻ നെക്സ്റ്റ് ക്ലാസ്. ടേക്ക് കെയർ. ബൈ ബൈ.